ഹലോ, ഇന്ന് സ്വന്തമായിട്ട് എങ്ങനെയാണ് നമ്മൾ സ്മൂത്തൻ ചെയ്യണമെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ആദ്യം ഹെയർ നന്നായിട്ട് വാഷ് ചെയ്യാം. നല്ല ഷാമ്പൂ ഇട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്യണം. എണ്ണ മുഴുവൻ കളയണം. എന്നിട്ട് ഫുള്ളായിട്ട് ഉണക്കാം. ഒരു നനവ് പോലും ഇല്ലാതെ ഉണക്കാം. ഇങ്ങനെ ചോദിക്കുന്ന കേൾക്കാം, കെരാറ്റിൻ ട്രീറ്റ്മെന്റ് എടുത്ത മുടി കൊഴിച്ചിൽ കുറയോ? ഞാൻ ആ പ്ലസ് ചെയ്ത മുടി കൊഴിച്ചിൽ ഒന്നും ചെയ്ത മുടി കൊഴിച്ചിൽ കുറയില്ല കേട്ടോ. നമ്മൾ ഈ മുടിയിലേക്ക് മാത്രമാണ് ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. പിന്നെ നമ്മുടെ ഉള്ളിലേക്കൊന്നും നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കണില്ലല്ലോ. അപ്പോൾ മുടി കൊഴിച്ചിൽ ഒന്നും കുറയില്ല. ഞാൻ പ്ലാസ്റ്റി ചെയ്താലും പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ചെയ്താലും ഒന്നും മുടി കൊഴിച്ചിൽ കുറയില്ല കേട്ടോ. പിന്നെ നമ്മൾ ഫുഡ് നന്നായി കഴിക്കണം. ഹെയറിന് വേണ്ടിയുള്ള ഫുഡ് എല്ലാം നന്നായിട്ട് കഴിക്കണം. പിന്നെ മുടി കൊഴിച്ചിൽ ഏത് ട്രീറ്റ്മെന്റ് ചെയ്താലും മുടി നമ്മൾ പോകേണ്ടത് പോകും കേട്ടോ. അപ്പൊ ഇത് 100% ഉണക്കാം. ഓക്കെ, ഇത് ഫുള്ളായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഈ സെക്ഷനായിട്ട് നമ്മൾ തിരിക്കണം. നിങ്ങൾക്ക് എങ്ങനെയാണ് എളുപ്പം, പിടിക്കാൻ എളുപ്പം, അങ്ങനെ തിരിച്ചോ കേട്ടോ. ഇങ്ങനെ സെക്ഷനായിട്ട് തിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രീം എടുക്കാം കേട്ടോ. ലോറിയൽ ഉണ്ട്, മാട്രിക്സ് ഉണ്ട്, ഗ്ലാറ്റ് ഉണ്ട്, സ്ട്രീറ്റ്സിന്റെ വരുന്നുണ്ട്. അങ്ങനെ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇഷ്ടമുള്ള നല്ല ലോറിയലും മാട്രിക്സ് ഒക്കെ നല്ല കമ്പനി തന്നെയാണ്. അപ്പൊ ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പൊ ഇങ്ങനെ സെക്ഷനായിട്ട് തിരിക്കുക. ഇങ്ങനെ കുറച്ചേച്ചായിട്ട് എടുക്കാൻ മതി. ഒരു ഇഞ്ച് മാറ്റിയിട്ട് വേണം, കല്യാണത്തിന് 1 ഇഞ്ച് മാറ്റിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. നമുക്ക് എത്രയ്ക്ക് ഓൾറെഡി ചിലവരുടെ മുടി ട്രീറ്റ്മെന്റ് എടുത്ത മുടിയായിരിക്കുമല്ലോ. അപ്പൊ ഇത്ര വരെ മതി. അല്ല, ഇത് എന്റെ മുടി ഇത്ര വരെ വളർന്നിട്ടുണ്ട്. അപ്പൊ ഇത്ര വരെ അപ്ലൈ ചെയ്യാം. ഒത്തിരി തലയോട്ടിയിലൊന്നും ആക്കരുത്. നമുക്ക് ഇഷ്ടമുള്ള ക്രീമൊക്കെ എടുക്കാം കേട്ടോ. ഇനി ഇതിന്റെ നോക്കണ്ടെന്ന് പറഞ്ഞാൽ ഇതിന്റെ ടൈം ശരിക്കും ശ്രദ്ധിക്കണം. ഇത്രയും മുടി നാശമാവും കേട്ടോ. ടൈം എടുക്കും, നല്ല പാടാണ് ഇത് ചെയ്യാൻ. സെൽഫായിട്ട് ചെയ്യുമ്പോൾ ഓക്കെ എല്ലാം ഇങ്ങനെ സെക്ഷനായിട്ട് എടുക്കും. കുറച്ചേച്ച് എടുക്കാൻ കേട്ടോ. അങ്ങനെ എല്ലായിടത്തും കാണാം. ഇത് മുഴുവൻ അപ്ലൈ ചെയ്തിട്ട് കാണാം.
കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ടൈം ആവണവരെ വെയിറ്റ് ചെയ്യാം. മുടി ഹെയർ സെറ്റായിട്ടുണ്ട്. ഒരു 40 മിനിറ്റ്സ് വരെ വെക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് കളയണം. സാധാ പൈപ്പിൻ്റെ കൂട്ടി ഇരുന്നിട്ട് വാഷ് ചെയ്ത് ഇത് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഫുൾ ഉണക്കാം. ഇതിൽ ഫുള്ളായിട്ട് ഉണക്കാതെ അയൺ ചെയ്യുമ്പോൾ നനവുണ്ടെങ്കിൽ നമുക്ക് വേഗം പിടിക്ക് പൊള്ളും, തലമുട്ടിയൊക്കെ പൊള്ളും. അപ്പോൾ നന്നായിട്ട് ഉണക്കിയിട്ട് അയൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫുള്ളായിട്ട് ഉണക്കിയിട്ടുണ്ടേ. ഇപ്പം തന്നെ മുടിയുടെ ഉണ്ടോ ക്രീം ഇട്ടപ്പോൾ തന്നെ മാറ്റം ഉണ്ടോ? ഫുള്ളായിട്ട് ഉണക്കുക. ആദ്യത്തെ പോലെ തന്നെ സെക്ഷനായിട്ട് തിരിക്കുക. എനിക്കൊരു കൊമ്പ് വേണം കേട്ടോ, എന്നാലും എനിക്ക് ഇങ്ങനെ എടുക്കാനൊക്കെ പറ്റുള്ളൂ. കുറേ പേര് പറയും മുടി സ്മൂത്തും ചെയ്ത് കഴിഞ്ഞാൽ മുടി കൊഴിഞ്ഞു പോകുന്നു. കൊഴിയേണ്ട മുടിയാണ് കൊഴിഞ്ഞു പോകും കേട്ടോ. എപ്പോഴും നിൽക്കില്ലല്ലോ, എല്ലാത്തിനും ഒരു ആവശ്യം ഒക്കെ ഉണ്ട്. പിന്നെ കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട്, ഈ കെമിക്കൽ ഇല്ലാത്ത സാധനം ഇപ്പം ഇറങ്ങിയിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. കെമിക്കൽ ഇല്ലെങ്കിൽ ഇത് നൂറൂല. അപ്പോൾ എല്ലാ സാധനത്തിലും കെമിക്കലുണ്ട്. ഈ സെക്ഷനായിട്ട് തിരിക്കുക. അത് കാണിക്കും. ഈ സെക്ഷനായിട്ട് തിരിക്കാം. ഇത് വേണമെങ്കിൽ ഇങ്ങനെ ചുരുട്ടി കെട്ടി വെക്കാം കേട്ടോ. പക്ഷെ എനിക്ക് ഇതാണ് എളുപ്പം, അങ്ങനെ ഞാനിങ്ങനെ എടുത്തത്.
ഫുൾ അയൺ ചെയ്ത് കഴിഞ്ഞു. ഒന്ന് കാണിച്ച് ഓഫ് ചെയ്തേ. ഇതിൻ്റെ അയണിങ് ഒക്കെ കഴിഞ്ഞു. ഇനി ഒരു ക്രീം ഉണ്ട്, ന്യൂട്രലൈസർ എന്ന് പറഞ്ഞാൽ ആ ക്രീം അപ്ലൈ ചെയ്യണം. നമുക്ക് ഇങ്ങനെ സെക്ഷനായിട്ട് തന്നെ എടുക്കണം. എന്നിട്ട് ഇതെടുത്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാം, ഈ ക്രീം അപ്ലൈ ചെയ്യാം. ഇത് ന്യൂട്രലൈസറാണ്. ഇതിൽ അയണിങ് കഴിയുമ്പോൾ ലാസ്റ്റ് ഇത് അപ്ലൈ ചെയ്യണം. ന്യൂട്രലൈസർ ഇട്ട് കഴിഞ്ഞിട്ട് ഇത് ഹെയർ വാഷ് ചെയ്തു. ഇനി നന്നായിട്ട് ഉണക്കാം. ന്യൂട്രലൈസർ ഇട്ട് കഴിഞ്ഞത് വാഷ് ചെയ്ത് ഉണക്കിയിട്ടുണ്ട്. ഇപ്പോൾ സ്മൂത്തനിങ് കഴിഞ്ഞു, മുടി സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.